എൻ്റെ പേര് ബിന്ദു. ഞാൻ ഇടുക്കി ജില്ലയിലെ അറക്കുളം സെൻറ്റ് മേരീസ് ചർച്ച് ഇടവകാംഗമാണ്. എനിക്ക് കിട്ടിയ 2-3 സാക്ഷ്യങ്ങൾ, അതായത് മാതാവിനെ ഞാൻ നേരിട്ട് കണ്ട അനുഭവങ്ങളായിരുന്നു. അത്രയ്ക്കും വലിയ സാക്ഷ്യങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിൻ്റെ ഈ പുണ്യഭൂമിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിനെ ഓർത്ത് ആദ്യമേ തന്നെ മാതാവിന് 1000 കോടി നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് ഞങ്ങളിവിടെ വന്നു. ഞാൻ ഉടമ്പടി എടുത്തു. 2018 ഞങ്ങളിവിടെ വരുന്നത്. അന്ന് ഞങ്ങൾ 2006 3 സെൻറ്റ് സ്ഥലവും ഒരു കൊച്ചു വീട് വാങ്ങിച്ചു. പക്ഷേ 2006 കേരളത്തിലെ റീസർവേ എന്ന സംവിധാനം പുതിയതായിട്ട് വന്നത്. അപ്പം ഞങ്ങൾക്ക് ആ സ്ഥലം വാങ്ങിച്ച ഉടനെ ഞങ്ങൾക്കൊക്കെ പോക്കുവരവ് ചെയ്യാനോ കരം കെട്ടാനോ സാധിച്ചില്ല. കാരണം പുതിയ റീസർവേ വന്നതിന് ശേഷമേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ വർഷവും റീസർവേ വരും. താലൂക്ക് ഓഫീസിൽ നിന്ന് സർവേയർ വന്ന് നമ്മുടെ സ്ഥലം അളക്കും. പക്ഷേ എന്തോ പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങളുടെ സ്ഥലത്തിന് പോക്കുവരവ് ചെയ്ത് തരുവാനോ കരം കെട്ടുവാനോ സാധിച്ചില്ല. അങ്ങനെ എല്ലാ വർഷവും ഞങ്ങളിതിൻ്റെ പുറകെ നടന്നു. അങ്ങനെ 13 വർഷങ്ങൾ കഴിഞ്ഞു. 2006 ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിക്കുന്നത്. 2018 ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ആദ്യത്തെ നിയോഗം അതായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി അടുത്ത പുതുക്കലിൽ ഞാൻ വന്നതിന് ശേഷം അത്ഭുതകരമായിട്ട് ഒരു പുതിയ റീസർവേയർ വരികയും ഞങ്ങളുടെ സ്ഥലത്തിന് പോക്കുവരവ് ചെയ്ത് തരികയും കരം കെട്ടാൻ സാധിക്കുകയും ചെയ്തു. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. അത്ഭുതമെന്ന് പറയാം. അത് വേറൊരാളുടെ ഈ 3 സെൻറ്റ് സ്ഥലമുള്ളൂ, അത് വേറൊരാളുടെ സ്ഥലത്ത് കയറി കിടക്കുകയായിരുന്നു. അങ്ങനെയാണ് അത്. ഇതുവരെ ഈ 13 വർഷമായിട്ടും ആർക്കും ഒരു റീസർവേയർമാർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പക്ഷേ അത് അമ്മ മാതാവിന് സാധിച്ചു. അങ്ങനെ അതൊരു വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. കാരണം 13 വർഷമായിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലത്തിൻ്റെ പോക്കുവരവ് ചെയ്യാനോ കരം കെട്ടാനോ ഈ കുട്ടികളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി സ്കോളർഷിപ്പിന് വെക്കാനോ ഒന്നും സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 2009 ഇവിടെ പിന്നീട് വരാൻ സാധിച്ചില്ല. കാരണം കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ പ്രാർത്ഥനയിൽ നിന്നൊക്കെ പയ്യെ അങ്ങ് പുറകോട്ട് മാറി. ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുക. 2022 ഞങ്ങളുടെ സ്കൂളിൽ പുതിയൊരു പ്രിൻസിപ്പൾ ചാർജ് എടുത്തു. സിസ്റ്റർ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. സിസ്റ്റർ ഞങ്ങളെ കുറച്ച് അധ്യാപകരെയും കൂട്ടി ഞങ്ങളുടെ സ്കൂൾ ബസ്സിന് ഇവിടെ വന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഉടമ്പടി പുതുക്കിയാൽ മതിയെന്ന്. ഞാൻ വീണ്ടും പുതിയ ഉടമ്പടി എടുത്തു. അതിൽ ഞാൻ 1ാമത്തെ നിയോഗം വെച്ചത്, ഞങ്ങൾ ഈ 3 സെൻറ്റ് സ്ഥലവും 450 സ്ക്വയർ ഫീറ്റുമുള്ള ഒരു കുഞ്ഞു വീടായിരുന്നു. ശരിക്കും നനഞ്ഞൊക്കെ ഒലിച്ച് നടക്കുമായിരുന്നു. ഇതെൻ്റെ ഇളയ മോളാണ്. ഇവളുടെ മൂത്തത് ഒരാൾ കൂടി ഉണ്ട്. ഞങ്ങൾ 2 പെൺകുഞ്ഞുങ്ങളും ഉണ്ട്. ഈ കോളനിയാണ്. ശരിക്കും ആ വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ദയനീയമായ ഒരവസ്ഥയായിരുന്നു. ആദ്യത്തെ നിയോഗം വെച്ചത് നല്ലൊരു വീടിന് വേണ്ടിയിട്ടായിരുന്നു. നിയോഗം വെച്ചു. ഞാനിവിടെ നിന്ന് പോയി. ചെന്ന ഉടനെ തന്നെ ഞങ്ങളിപ്പോൾ അന്ന് താമസിച്ചിരുന്ന ആ വീട് വിൽക്കാൻ സാധിച്ചു. അത് നല്ലൊരു വില തന്ന് ദൈവം ഞങ്ങൾക്ക് ആ വീട് വിൽക്കാൻ അമ്മ മാതാവ് സഹായിച്ചു. അതിനുശേഷം ആദ്യത്തെ ഉടമ്പടി വെച്ച ഉടനെ വീട് വിൽക്കാൻ സാധിച്ചു. 2ാമത് ഞാൻ ഇവിടെ പുതുക്കാൻ വന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു വീട് മേടിക്കാനും അഡ്വാൻസ് കൊടുക്കുവാനും ദൈവം അനുഗ്രഹിച്ചു. അത് പറഞ്ഞ് വിശ്വസിക്കില്ല. 450 സ്ക്വയർ ഫീറ്റ് മാത്രം വീടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 1350 സ്ക്വയർ ഫീറ്റുള്ള ഒരു 2 നില വീട് തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് ഒരു 10 ലക്ഷം രൂപയാണ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. അതിനു വേണ്ടി വീട് നേടി നടന്നത്. ഞങ്ങൾക്ക് ഒത്തിരി വീട് കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ എല്ലാ വീട് പോയി കണ്ടെന്ന്, ഇതൊന്നും നടക്കുന്നില്ലല്ലോ, എന്താ ചെയ്യുന്നേ മാതാവ്, ഞങ്ങളെ സഹായിക്കുകയല്ലേ അനുഗ്രഹിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മാതാവിനറിയാമായിരുന്നു ഞങ്ങൾ നോക്കിയത് 10 ലക്ഷം രൂപയുടെ വീടാണ്. മാതാവ് അതെല്ലാം തട്ടി മാറ്റി വിട്ടിട്ട് ഞങ്ങൾക്ക് 40 ലക്ഷം രൂപയുടെ വീട് തന്ന് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ മെയ് മാസം, അതായത് മാതാവിൻ്റെ മാസം തന്നെയായിരുന്നു ഹൗസ് വാമിങ്. അത് കഴിഞ്ഞ് ഞാൻ 3-4 പ്രാവശ്യം ഇവിടെ വന്നിരുന്നു ഉടമ്പടി പുതുക്കാനൊക്കെ. പക്ഷേ ഇവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. ഞങ്ങൾ സ്കൂളിൽ നിന്ന് അധ്യാപകരും സിസ്റ്ററൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. പിന്നെ ഒരു ദിവസം ഞാൻ ഹസ്ബൻഡും കൂടെയും വന്നു. അന്നും സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. ഞാനതിന് അമ്മ മാതാവിനോട് ഒത്തിരി ക്ഷമയോചിക്കുന്നു. പിന്നെ 3ാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഇതെൻ്റെ ഇളയ മോളാന്ന് ഞാൻ പറഞ്ഞല്ലോ. മോൾ ഹൈദരാബാദ് നേഴ്സിങ്ങിന് പഠിക്കുക. നേഴ്സിങ് അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു. വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് എന്നും അസുഖങ്ങളും കാര്യങ്ങളുമായിരുന്നു. അവൾ എന്നോട് എന്നും വിളിച്ചു പറയായിരുന്നു, അമ്മേ
ഞാനിത് പൂർത്തിയാക്കുമെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര പാടാണ്, അമ്മ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവിടെ നേഴ്സിംഗ് കഴിഞ്ഞു പൂർത്തിയാക്കി മിനിങ്ങാന്നാണ് നാട്ടിൽ വന്നത്. 4ാമത്തെ വർഷത്തെ റിസൾട്ട് വന്നില്ല. 3 വർഷവും അവൾക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. 100 പേര് പഠിക്കുന്ന ക്ലാസ്സിൽ അവളായിരുന്നു ടോപ്പർ. ഇതാണ് എൻ്റെ 3 സാക്ഷ്യങ്ങൾ. പിന്നെ ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ഒരു കുഞ്ഞു വീടാണ്. പക്ഷേ അവിടെ നിന്ന് ഒത്തിരി ദൂരം ഞങ്ങൾക്ക് പള്ളിയിൽ പോകണമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് എല്ലാം മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും, പക്ഷേ വിശുദ്ധ കുർബാന എനിക്ക് 8:45 സ്കൂളിൽ പോകണം. അപ്പം വിശുദ്ധ കുർബാന കാണാൻ എനിക്ക് സാധിക്കില്ലല്ലോ. ഞാൻ ഞായറാഴ്ച സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയും കൂടെയാണ്. പക്ഷേ കുർബാന കാണാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. എല്ലാ ശനിയും ഞായറും ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അതിനുശേഷം മാതാവ് എനിക്കിപ്പോൾ പുതിയ വീട് തന്നത് പള്ളിയുടെ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ അത് മാതാവിൻ്റെ നാമത്തിൽ പേര് സെൻറ്റ് മേരീസ് ചർച്ചാണ്. അത് പള്ളിയുടെ പള്ളിയടി അടിക്കുന്നതും വിശുദ്ധ കുർബാന ചൊല്ലുന്ന എല്ലാം നമുക്ക് എൻ്റെ വീട്ടിലിരുന്നാൽ കേൾക്കാം. അതുകൊണ്ട് ഇപ്പം ഞങ്ങളെല്ലാവരും ദിവസേന ആ വീട് കഴിഞ്ഞ മെയ് 25-ന് ഞങ്ങൾ ഹൗസ് വാമിങ് നടത്തി. അതിൽ പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ, ഇന്നിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് 4:30 ഞങ്ങൾ പോന്നു, ഇന്ന് വരെ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. പിന്നെ ബൈബിൾ വായന. ബൈബിൾ ഞാൻ നിത്യേന വീട് മേടിക്കുന്ന സമയമൊക്കെ 1 മണി 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് രാത്രി വായിക്കുമായിരുന്നു. വായിക്കുന്ന സമയത്ത് ഉറക്കം വരുമ്പോൾ ഞാൻ ഒരു ബേസണിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് ബൈബിൾ വായിക്കുമായിരുന്നു. ഇപ്പം ഞാൻ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2 തവണ 28 അധ്യായം ഉണ്ടല്ലോ, അത് 2 തവണ എഴുതി പൂർത്തിയാക്കി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞാനൊരു അധ്യാപികയാണ്. എൻ്റെ കുഞ്ഞുങ്ങളോട് എല്ലാവരോടും ഞാൻ കാരുണ്യം കാണിക്കാം. അതൊരു കാരുണ്യ പ്രവൃത്തിയല്ല എങ്കിലും ഞാനുമായിട്ട് കണ്ടുമുട്ടുന്ന എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ പെരുമാറുണ്ട്. കാരണം ഞാൻ ഉടമ്പടിയിലിരിക്കുന്ന ഒരാളാണല്ലോ. പിന്നെ എനിക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പത്രം കൊടുക്കുന്നത് ഞാൻ രാവിലെയോ വൈകുന്നേരമോ ഒന്നുമല്ല പത്രം കൊടുക്കുന്നത്. പത്രം കൊടുക്കാൻ എൻ്റെ ഹസ്ബൻഡും എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടെ നല്ല വെയിലുള്ള സമയത്ത് ഇറങ്ങും വീട്ടിൽ നിന്ന്. എന്നിട്ട് നമുക്ക് തോന്നൂല, ഓരോ വ്യക്തികളെ കാണുമ്പോൾ അവർക്ക് നമ്മളെ കൊണ്ട്, അല്ലെങ്കിൽ ഈ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നാൽ അവർക്ക് കിട്ടുന്ന ആ അവസ്ഥ മനസ്സിലാക്കി സാക്ഷ്യം പറഞ്ഞ് ഇത്രയും വലിയൊരു വീട് ഞങ്ങൾക്ക് ലഭിച്ചു, ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ മാതാവ് നൽകിയത് ഒത്തിരി അനുഗ്രഹമാണ്, നിങ്ങളതുകൊണ്ട് അവിടെ പോകണം, കൃപാസനത്തിൽ പോകണം, ആലപ്പുഴയാണ് സ്ഥലം, പ്രാർത്ഥിക്കണം, പത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാകും എന്ന് പറഞ്ഞാണ് ഓരോ തവണയും പത്രം കൊടുത്തോണ്ടിരുന്നത്. ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ ഞാൻ ഇച്ചിരി അലംഭാവം കാണിച്ചിരുന്നു. പിന്നീട് പത്രം കൊണ്ട് എനിക്ക് കൊടുത്ത് തീരുകയില്ല. പിന്നെ വീട്ടിൽ ആരെങ്കിലും ഞങ്ങൾക്ക് പത്രം തരും, അപ്പോൾ ആ പത്രം കൂടെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ ഈ വീടിൻ്റെ പണി നടക്കുന്ന സമയത്തൊക്കെ, വീട് പണിയെന്ന് പറഞ്ഞാൽ വാർത്തിട്ട ഒരു വീടാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ബാക്കി പണിയൊന്നും നടക്കുമെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും കരുതിയില്ല. ഞങ്ങൾ പറഞ്ഞായിരുന്നു അടുക്കള മാത്രം ഒന്ന് ശരിയാക്കി കരുതാം. പക്ഷേ ഞാൻ ആ വീട്ടിൽ ചെന്ന് എന്നും ഉപ്പിട്ട് പ്രാർത്ഥിക്കും. എൻ്റെ ഓരോ സ്ഥലം, അത് കതവ് വെച്ച് കഴിയുമ്പം അടുത്തത് ടൈലിടുന്ന സമയത്ത്, പിന്നെ ജനാല പിടിപ്പിക്കുന്ന സമയത്ത്, മുറ്റത്തിൻ്റെ മതിൽ കെട്ടുന്ന സമയത്ത്, ഈ സമയത്തെല്ലാം ഞാൻ അവിടെ പോയി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു പണിയും ബാക്കി വെക്കാതെ എല്ലാ പണികളും പൂർത്തീകരിച്ച് നല്ല ഭംഗിയായിട്ട് ഹൗസ് വാമിങ് നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങളാണ് അമ്മ മാതാവ് നൽകിയത്.